ഞാനൊരു ഡെന്റിസ്റ്റാണ്. ഞാൻ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാ ആദ്യമായിട്ട് വെറുതെ ടൈം ഒത്തിരി ഉണ്ടായിരുന്നപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് വരച്ച് തുടങ്ങിയത്. അങ്ങനെ അക്രിലിക് വരച്ചു. അക്രിലിക്കാണ് കുറേ പെയിന്റിങ്സ് ഒക്കെ വരച്ചു നോക്കിയത്. അപ്പൊ ഹസ്ബൻഡ് കുറേ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ വാങ്ങിച്ചു തരും. ക്യാൻവാസ് ഒക്കെ വാങ്ങിച്ച് ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഈ വീട്ടിൽ തന്നെ കുറേ പിക്ചേഴ്സ് അങ്ങനെ ഫ്രെയിം ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ച്. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പം എനിക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. അപ്പം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണ് പിന്നെ പിള്ളേരുടെ പഠിത്തമൊക്കെ അവരൊക്കെ കുറേയൊക്കെ വലുതായപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരെണ്ണം വരാം, ഇങ്ങനെ ഒരെണ്ണത്തിൽ ചേരാം എന്ന് വിചാരിച്ച ആഗ്രഹത്തിലാണ് പഠിച്ചത്. കൂടുതൽ ടൈം ഇപ്പം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനത് ചെയ്തത്. പിന്നെ എനിക്ക് ഇതിനോട് വരയ്ക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടായതുകൊണ്ട് എൻ്റെ ആ ഒരു കഴിവ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഈ ഒരു ക്ലാസ്സിലൂടെ ജസ്റ്റ് ഒരു വര മാത്രമാണെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്നത്. പക്ഷേ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ്. വെറുതെ വരയ്ക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനാൽ എനിക്കിപ്പം എല്ലാ ദിവസവും അതൊരു റൂട്ടീൻ പോലെ എനിക്കിപ്പോ എന്നും വരയ്ക്കണം, വരച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും ഞാൻ വീട്ടിൽ ഇരുന്ന് വരയ്ക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല. രാവിലെ ക്ലിനിക്ക് 9 മണിയാകുമ്പോൾ ക്ലിനിക്കിൽ പോകണം. പ്രൈവറ്റ് പ്രാക്ടീസ് ആണ്. അപ്പോൾ രാവിലെ 9 മണിക്ക് വീട്ടു ജോലിയെല്ലാം കഴിഞ്ഞ് ക്ലിനിക്കിൽ ചെന്നിട്ട് പേഷ്യന്റ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ വരയ്ക്കുന്നത്. അത് സാറിന്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്ലാസ്സും പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പുമാണ് മെയിനായിട്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വളരെ വലുതാണ് സത്യം പറഞ്ഞാൽ. നമ്മൾ ഓരോ പടം വരച്ച് ആ ഗ്രൂപ്പിലോട്ട് ഇടുമ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആദ്യം വരച്ചിട്ട് ഉടനെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് നമുക്കൊരു ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. നമസ്കാരം. നമ്മുടെ ഓൺലൈൻ ആർട്ട് ക്ലാസ്സിൽ ജോയിൻ ചെയ്തുകൊണ്ട് ക്രിയേറ്റിവിറ്റി ആൻഡ് വെൽനസ് ഹബ് എന്ന് പറയുന്ന സ്റ്റുഡൻസ് കൂട്ടായ്മയുടെ പാർട്ടായി നിന്നുകൊണ്ട് സക്സസ് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റുഡൻസിൻ്റെ ആ ഒരു യാത്രയെ അടുത്തറിയുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ഒപ്പം ജെസ്സി ജോർജ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് എഫേർട്ട് എടുത്ത് കുറേ ടാസ്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കി കോൺഫിഡൻസ് അച്ചീവർ എന്ന് പറയുന്ന റിവാർഡ് കരസ്ഥമാക്കിയിട്ടാണ് മാം നമ്മുടെ ഒപ്പം ഉള്ളത്. അപ്പൊ ആദ്യം നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? എവിടെ നിന്നാ വരുന്നത്? മുൻപ് ആർട്ട് പഠിച്ചിട്ടുണ്ടോ? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? ഞാന് കൊല്ലം ഡിസ്ട്രിക്റ്റ് ആണ്. ചാത്തന്നൂരാണ് താമസം. ഞാനൊരു ഡെന്റിസ്റ്റ് ആണ്. എൻ്റെ സ്വന്തം വീട് കുണ്ടറയാണ്. അപ്പൊ ഞാൻ മുമ്പ് ആർട്ടൊന്നും പഠിച്ചിട്ടില്ല. പക്ഷെ വരയ്ക്കാൻ ഇഷ്ടമായിരുന്നു. ഒന്നും അറിയാതെ തന്നെ ഇങ്ങനെ ഓരോന്നും നോക്കി വരയ്ക്കുമായിരുന്നു. അപ്പം എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാൻ സാറിന്റെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തത്. ആർട്ട് പഠിച്ചിട്ടുണ്ടോ മുൻപ്? ഇല്ല, മുമ്പ് പഠിച്ചിട്ടില്ല. ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു കൂട്ടായ്മയിലേക്ക് വരുന്നത്. നമ്മുടെ കോഴ്സിൽ വരുന്നൊക്കെ മുമ്പ് സ്വന്തമായിട്ട് തന്നെ വരയ്ക്കാനായിട്ട് ശ്രമിച്ച സമയത്ത് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്? അത് ഇങ്ങനെ യൂട്യൂബ് ഒക്കെ നോക്കി അത് കണ്ട് വരയ്ക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു. ഞാൻ പ്രഗ്നന്റ് ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴാ ആദ്യമായിട്ട് വെറുതെ ടൈം ഒത്തിരി ഉണ്ടായിരുന്നപ്പം അങ്ങനെയാണ് ആദ്യമായിട്ട് വരച്ച് തുടങ്ങിയത്. അങ്ങനെ അക്രിലിക് വരച്ചു. പെൻസിലിൽ അങ്ങനെ വരച്ചിട്ടില്ല. അക്രിലിക്കാണ് കുറേ പെയിന്റിങ്സ് ഒക്കെ വരച്ചു നോക്കിയത്. അപ്പൊ ഹസ്ബൻഡ് കുറേ സപ്പോർട്ട് ചെയ്യുമായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ വാങ്ങിച്ചു തരും. ക്യാൻവാസ് ഒക്കെ വാങ്ങിച്ച് ഞാൻ കുറേയൊക്കെ ട്രൈ ചെയ്തു. ഈ വീട്ടിൽ തന്നെ കുറേ പിക്ചേഴ്സ് അങ്ങനെ ഫ്രെയിം ചെയ്ത് അങ്ങനെ ഉണ്ടാക്കിയൊക്കെ വെച്ച്. ഭയങ്കര സന്തോഷമായിരുന്നു. എല്ലാവരും സപ്പോർട്ട് ചെയ്തു. അപ്പം എനിക്ക് അതിനോട് കൂടുതൽ ഇഷ്ടം തോന്നി. അപ്പം കൂടുതൽ പഠിക്കണമെന്ന് ആഗ്രഹം വന്നു. അങ്ങനെയാണ് പിന്നെ പിള്ളേരുടെ പഠിത്തമൊക്കെ അവരൊക്കെ കുറേയൊക്കെ വലുതായപ്പം ഞാൻ വിചാരിച്ച് ഇങ്ങനെ ഒരെണ്ണം വരാം, ഇങ്ങനെ ഒരെണ്ണത്തിൽ ചേരാം എന്ന് വിചാരിച്ച ആഗ്രഹത്തിലാണ് പഠിച്ചത്. എങ്ങനെ ഇൻഫർമേഷൻ കിട്ടി ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടെന്നൊക്കെ എങ്ങനെ അറിഞ്ഞു? ഞാൻ യൂട്യൂബ് കണ്ട് അങ്ങനെയാണ് ഞാൻ മോന്റെ അടുത്ത് ചോദിച്ചത്. ഞാൻ ടെക്നിക്കലി ഇച്ചിരി സത്യം പറഞ്ഞാൽ ഇച്ചിരി വളരെ പുവറാണ്. ഞാൻ ഇപ്പം തന്നെ കോഡ് എന്താണെന്ന് ഇതിനകത്ത് ഞാൻ നോക്കുമായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ എന്താണ് ചെയ്യാനെന്ന്. അപ്പൊ ഞാൻ ഉടനെ മൂത്ത മോനെ വിളിച്ചു. അവനാണെങ്കിൽ ഫോൺ എടുത്തതും ഇല്ല. അപ്പൊ അന്നേരമാണ് ഞാൻ സാറിന് മെസ്സേജ് അയച്ചത്. അവനെ യൂട്യൂബ് കണ്ടിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിത് ചേരണമെന്നുണ്ട് മോനെ, എങ്ങനെയാ ഇത് ജോയിൻ ചെയ്യുന്നതെന്ന് മോനൊന്ന് നോക്കാമോ എന്ന് ചോദിച്ചിട്ട് ഇളയ മോന എനിക്ക് ഇതിനകത്തെല്ലാം ജോയിൻ ചെയ്ത് എല്ലാം ശരിയാക്കി തന്നത്. ഓൺലൈൻ ക്ലാസ് എന്ന് പറയുന്ന സമയത്ത് ഇതുപോലെ ടെക്നിക്കലി അത്രയും എക്സ്പേർട്ട് അല്ലാത്തവര് പലർക്കും ഒരു വിചാരമുണ്ട്, ഓൺലൈൻ ക്ലാസ്സിന് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്ലാസ് കാണാനൊക്കെ എനിക്ക് ബുദ്ധിമുട്ടാവോ? അപ്പൊ എങ്ങനെയുണ്ട് ഒരു ഫീല് ജോയിൻ ചെയ്തതിന് ശേഷം? ക്ലാസ്സിലോട്ട് നമ്മൾ മൊബൈൽ ആപ്പും വെബ്സൈറ്റും ഒക്കെ തന്നല്ലോ, അതൊക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്തെങ്കിലും
ഇപ്പൊ ബുദ്ധിമുട്ടുണ്ടോ? ഇപ്പൊ അതിൽ വീക്ക്ലി മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യുന്നതിനോ ഒന്നും എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. കൂടുതൽ ടൈം ഇപ്പം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ എനിക്ക് കിട്ടുന്നുണ്ട്. അപ്പൊ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണോന്നുള്ള ഒരു ആഗ്രഹത്തിലാണ് ഞാനത് ചെയ്തത്. പിന്നെ എനിക്ക് ഇതിനോട് വരയ്ക്കാനുള്ള ഒരു ഇഷ്ടം ഉണ്ടായോണ്ട് എന്റെ ആ ഒരു കഴിവ് കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം വന്നു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. ഈ ഒരു ക്ലാസ്സിലൂടെ ജസ്റ്റ് ഒരു വര മാത്രമാണെന്നാണ് പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലേക്ക് വരുന്നത്. പക്ഷെ അങ്ങനെയല്ല എന്ന് മനസ്സിലാക്കുന്നത് ഇതിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ്. വെറുതെ വരയ്ക്കാൻ പഠിപ്പിക്കുക മാത്രമല്ല എന്ന് മനസ്സിലാക്കുന്നത്. അതിനാൽ എനിക്കിപ്പം എല്ലാ ദിവസവും അതൊരു റൂട്ടീൻ പോലെ എനിക്കിപ്പോ എന്നും വരയ്ക്കണം, വരച്ചില്ലെങ്കിൽ എന്തോ പോലെയാണ്. അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഓരോ ദിവസവും ഞാൻ വീട്ടിൽ ഇരുന്ന് വരയ്ക്കാൻ എനിക്ക് ടൈം കിട്ടാറില്ല. രാവിലെ ക്ലിനിക്ക് 9 മണിയാകുമ്പോൾ ക്ലിനിക്കിൽ പോകണം. പ്രൈവറ്റ് പ്രാക്ടീസ് ആണ്. അപ്പൊ രാവിലെ 9 മണിക്ക് വീട്ടു ജോലിയെല്ലാം കഴിഞ്ഞ് ക്ലിനിക്കിൽ ചെന്നിട്ട് പേഷ്യന്റ് ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഞാൻ വരയ്ക്കുന്നത്. നമ്മുടെ പ്ലാറ്റ്ഫോമിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് വീക്കിലി മീറ്റിംഗ് ഉണ്ട്, റെക്കോർഡർ കോഴ്സുകൾ ഉണ്ട്, പിന്നെ ചലഞ്ച് ബാച്ചുകൾ വരുന്നുണ്ട്, നമുക്ക് ഫേസ്ബുക്ക് ഗ്രൂപ്പ് ഉണ്ട്. ഇപ്പൊ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസിൽ നമ്മുടെ സ്കില്ലിനെ ഏറ്റവും കൂടുതൽ പുറത്തു കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത ഒരു എലമെന്റ് പറയാൻ പറഞ്ഞ ഏതായിരിക്കും? അത് സാറിന്റെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ക്ലാസ്സും പിന്നെ ഫേസ്ബുക്ക് ഗ്രൂപ്പും ആണ് മെയിൻ ആയിട്ട്. അതിൽ നിന്ന് കിട്ടുന്ന ഒരു സന്തോഷം നമുക്ക് വളരെ വലുതാണ് സത്യം പറഞ്ഞ. നമ്മൾ ഓരോ പടം വരച്ച് ആ ഗ്രൂപ്പിലോട്ട് ഇടുമ്പം നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സന്തോഷം വളരെ വലുതാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആദ്യം വരച്ചിട്ട് ഉടനെ ആ ഗ്രൂപ്പിൽ ഇട്ടിട്ടാണ് നമുക്കൊരു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആണ്. എത്ര നാളായി ക്ലാസ്സിൽ വന്നിട്ട്? ഞാൻ ജൂലൈ 6th ജോയിൻ ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് പോർട്രേറ്റ് കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോ 2 മോഡ്യൂൾ ഉണ്ടെന്ന് തോന്നുന്നു. പെൻസിൽ അത് കളർ പെൻസിൽ അത് കേറില്ല. അഡ്വാൻസ്ഡ് പോർട്രേറ്റ് ആ ഒരു ക്ലാസ്സിൽ എത്തിയപ്പോഴാ എനിക്കൊരു കോൺഫിഡൻസ് ലെവല് എനിക്കൊരു ഉണ്ടായത്. അങ്ങനെയാണ് ഞാൻ സാറില്ല കുറച്ചുപേരെ പരിചയപ്പെടുത്തുന്ന ഒരു ഗ്രൂപ്പിലോട്ട് കൊണ്ടുവന്നിരുന്നല്ലോ ഒരു വീക്ക്ലി മീറ്റിങ്ങിന്. അപ്പൊ ഞാനിങ്ങനെ എന്റെ ആ ഒരു ആഗ്രഹം ഞാനിങ്ങനെ പ്രകടിപ്പിച്ചു. ഈ ഗ്രൂപ്പിൽ ആരെങ്കിലും ഉണ്ടോ, കോൺഫിഡൻസ് അച്ചീവർ ആയിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ ഒരു സാർ ഉണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സാറ് പറഞ്ഞു, നമുക്ക് തന്നെ തോന്നി നമ്മൾ തന്നെ അപ്ലൈ ചെയ്യുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു ആഗ്രഹമുണ്ട്, അതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഒരു ആഗ്രഹം തോന്നുന്നുണ്ട് എന്ന് ഞാൻ പ്രകടിപ്പിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഞാൻ ഇതിലേക്ക് അപ്ലൈ ചെയ്തത്. ഞാൻ എന്തായാലും ആർട്ട് വർക്ക് ഒന്ന് നോക്കാട്ടോ. ഫേസ്ബുക്ക് പ്രൊഫൈൽ നെയിം എന്തായിരുന്നു? ജസ് ആർട്ട് എന്നാണ്. ജസ് ആർട്ട്. ഞാൻ ഏറ്റവും ആദ്യം മുതൽ നോക്കാം. ക്ലിനിക്കിന് എങ്ങനെയുണ്ട്? തിരക്കൊക്കെ ഉണ്ടോ? ക്ലിനിക്ക് ഇപ്പം ഭയങ്കര ഡള്ളാ. ഓണവും കൂടെ ഇപ്പം ഭയങ്കര ഡള്ളാ. ഓണാകുമ്പോൾ ആൾക്കാർ പിന്നെ നമ്പർ ഓഫ് ക്ലിനിക്സും കൂടുതലായി ഇപ്പം. സർവൈവ് ചെയ്യാൻ വളരെ പാടാ സത്യം പറഞ്ഞ. ഹസ്ബൻഡും ഡെന്റിസ്റ്റ് ആണ്. പ്രൈവറ്റ് പ്രാക്ടീസ് തന്നെ. വേറെ ഞങ്ങൾ രണ്ടുപേരും 2 ക്ലിനിക്കാ. ശരി. ഡ്രോയിങ്ങിൽ ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്താ? ഒരു ഷെയ്ഡിങ് ആയിരുന്നോ, ഔട്ട്ലൈൻ ഷേപ്പ് കറക്റ്റ് എന്തായിരുന്നു? ഷെയ്ഡിങ് ആണ്. ഓൾറെഡി യൂട്യൂബ് ഒക്കെ കണ്ട് കുറച്ച് മെത്തേഡ്സ് ഒക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലേ ജോയിൻ ചെയ്യുന്ന മുമ്പ്? അത് പ്രധാന പ്രശ്നം എന്താ? യൂട്യൂബ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഓർഡറിലല്ലോ നമ്മൾ പഠിക്കുന്നത്. ചിലപ്പോൾ യൂസ് ചെയ്യേണ്ട അവസാനത്തെ മെത്തേഡ് ആയിരിക്കും ചിലപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഓർഡർ ഇല്ലാത്ത കാരണം ഉള്ള ചെറിയ ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ ഷെയ്ഡിങ് പതിയെ മനസ്സിലായി തുടങ്ങി. ലൈറ്റ് ആൻഡ് ഷേഡോ മനസ്സിലായി. ഷെയ്ഡിങ് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. യെസ്. ഇത് മുമ്പ് വരച്ചത്, പണ്ട് വരച്ചത്.
അത് ഗ്രിഡ് വെച്ച് വരച്ചതാ പണ്ട്. ഉം. ഗ്രിഡ് വെച്ച് ട്രൈ ചെയ്യുമായിരുന്നു. ഇപ്പൊ ഞാൻ ഗ്രിഡ് ഉപയോഗിക്കാറേ ഇല്ല, അല്ലാതെ ഫ്രീ ഹാൻഡ് ആയിട്ടാ വരയ്ക്കുന്നത്. വരയ്ക്കാൻ ഇരിക്കുന്ന പ്ലേസ് എങ്ങനെ, ടേബിളിന്റെ മുകളിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്? ആ ടേബിളിന്റെ മുകളിലാ. ഫ്ലാറ്റ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത് പേപ്പർ വരയ്ക്കുന്ന സമയത്ത്? സാറ് ഒരു ദിവസം എന്നോട് പറഞ്ഞതാ. ഞാൻ അതുകൊണ്ട് ഇപ്പം ഇങ്ങനെ മറ്റേ ബോർഡ് വെച്ചിട്ട് ചരിച്ചു വരയ്ക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എന്താ വെച്ചാൽ എല്ലാ ചിത്രം കാണുമ്പോൾ ഒരു മുകളിലോട്ടൊരു ഒരു നീട്ട കൂടുതലുണ്ട്. അത് ആ ഈ പറഞ്ഞ പോലെ ഫ്ലാറ്റ് ആയിട്ട് വെച്ച് വരയ്ക്കുന്നവർക്ക് അങ്ങനെ വരുന്നത്. ആ ടോട്ടലി ഒരു ഷേപ്പ് ഡിഫറൻസ്. ഇപ്പൊ എന്തായാലും അത് മാറ്റിക്കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും എന്തായാലും. ആ യെസ്. ഇതെങ്ങനെ വരച്ചേ? ഇതിപ്പോ ഈ അടുത്ത സമയത്ത് വരച്ചത്. അത് ടേബിളിൽ വെച്ച് തന്നെയാണ് വരച്ചത്. ഇത് ഓൾമോസ്റ്റ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ പക്ഷെ മുസ്റ്റാഷ് വൈറ്റ് ഗ്രേ ഹെയർ വരയ്ക്കാൻ എനിക്ക് ഇപ്പോഴും അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. അതെന്താ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. ഇത് ആ ഈ ഒരു ചിത്രത്തിലോട്ട് വന്ന സമയത്ത് നമ്മുടെ കുറേ ബേസിക് ഷേപ്പുകൾ കറക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നല്ലൊരു ചെക്ക് പോയിന്റ് ആയിട്ട് എടുക്കാം. നമുക്ക് ആ ഇവിടുന്ന് നെക്സ്റ്റ് ലെവലിലോട്ട് പോകേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ ആ ചിത്രം നോക്കി കഴിഞ്ഞാൽ ഔട്ട്ലൈൻ ഏകദേശം കറക്റ്റാ, ഫേഷ്യൽ ഫീച്ചേഴ്സ് കറക്റ്റാ, ചെറിയ ഡിഫറൻസുകൾ മാത്രമേ, ചെറിയ മെഷർമെന്റിന്റെ കുഞ്ഞ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അത് ആ ഓട്ടോമാറ്റിക്കലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ പതിയെ ഇനിയും നമ്മൾ അറിയാതെ തന്നെ ബെറ്റർ ആയിട്ട് വരും. ആ ഷെയ്ഡിങ് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി ക്ലോസിൽ ഒബ്സർവ് ചെയ്യുക. അപ്പം നോക്കി, ഇവിടെ കണ്ടോ, ഈ ഒരു ഭാഗത്തൊക്കെ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇങ്ങനെ ഒരു ഷെയ്ഡ് പോകുന്നുണ്ടോ? ആ ഞാനിങ്ങനെ മൗസ് കൊണ്ട് കാണിക്കുമ്പോൾ മനസ്സിലാക്കാൻ ആ പറ്റുമായിരിക്കും. ആ ആ ഇവിടെ അത് മിസ്സിങ് ആ. അപ്പോൾ ഇതെങ്ങനെയാ, ഇപ്പോൾ ഇതിൻ്റെ ടെക്സ്ചർ നോക്കുക. ഒരു ഡോട്ട് ഡോട്ട് ആണെങ്കിൽ നമ്മൾ പെൻസിൽ ഉപയോഗിച്ച് ചെറിയ ആ ചെറിയ ചെറിയ അതുപോലത്തെ പാറ്റേൺസ് ക്രിയേറ്റ് ചെയ്ത് അവിടെ ഷെയ്ഡ് ക്രിയേറ്റ് ചെയ്യണം. ആ മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെ ആ ക്രിയേറ്റ് ചെയ്താൽ മാത്രമേ ഇവിടെ ഒരു കോൺട്രാസ്റ്റ് എന്ന് പറയും. അതിൻ്റെ ആ തൊട്ടടുത്തുള്ള ഭാഗത്ത് കുറച്ചും കൂടി ഡാർക്ക് ആയിട്ടുള്ള ടോണും മറ്റേത് ലൈറ്റും, അതിൻ്റെ ഡിഫറൻസിലാണ് ആ കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റുക. ആ ഓൾറെഡി നമ്മൾ വൈറ്റേഴ്സ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അത് എടുത്ത് കാണാത്തത് അതിൻ്റെ ആ തൊട്ടടുത്ത കാര്യങ്ങൾ ലൈറ്റ് ആയതുകൊണ്ട്. ആലോചിക്കും. വൈറ്റ് ഹെയർ ഞാനിവിടെ ജെല്ല് ഉപയോഗിച്ചു. പക്ഷെ എന്റെ കയ്യിലിരിക്കുന്ന ജെല്ല് ഭയങ്കരമായിട്ട് ഫ്ലോ ചെയ്യുന്നു. തിന്നായിട്ട് വരുന്നില്ല. കുഴപ്പമില്ല, കറക്റ്റ് ജെൽ പെൻ തന്നെ ഇവിടെ യൂസ് ചെയ്യണ്ടേ. പക്ഷെ അതിന് ആ മുമ്പുള്ള ഷെയ്ഡ് കുറച്ചും കൂടി ഒന്ന് ഒരു പൊടിക്കുന്ന ഡാർക്ക് ആവാനുണ്ട്. അപ്പോൾ എടുത്ത് ആ കാണാം. ഒരു ഇഷ്യൂ മാത്രമേ ആ ഉള്ളൂ. ആ പിന്നെ പിന്നെ ഷെയ്ഡ് ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇവിടെ നിന്നൊരു ഒരു ഷെയ്ഡ് വേണമുണ്ടോ ഇങ്ങനെ. ആ അതുകൊണ്ടാണ് ഇവിടെ ആ ഇങ്ങനെ ആ ആ കൊണ്ടുവരുന്നത്. ഇത് ഇങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് മിസ്സിങ് ആയിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ലെവലിലോട്ട് പോകുന്ന സമയത്ത് ഇനി ടൈം കൂടുതൽ എടുക്കുക. ഇതൊക്കെ വരയ്ക്കാനായിട്ട് എത്ര ടൈം എടുത്തിട്ടുണ്ടാവും? രാത്രി ഒരു ദിവസം രാത്രി ഇരുന്ന് ഔട്ട്ലൈൻ ഇട്ട് പിന്നെ ക്ലിനിക്കിൽ ചെന്നിരുന്ന് വരച്ച് 2 ദിവസം കൊണ്ട് തീർക്കും. എനിക്ക് എന്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തീർക്കണം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കുറച്ചും കൂടി ബെറ്റർ ചിത്രങ്ങൾ വരയ്ക്കുന്ന സമയത്ത് അതൊന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാണ്. ആ ഇപ്പം ആ ഒരു അലാം വെക്കുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം വരയ്ക്കുന്നത് വരച്ചാൽ മതി, അടുത്ത ദിവസത്തേക്ക് പുഷ് ചെയ്യുക. ആ അപ്പോൾ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞാൻ പറയുമ്പോൾ ഇത് കാണാൻ പറ്റും. ആ നമ്മൾ മനസ്സിലായി. ഒറ്റ സ്ട്രെച്ചിൽ വരയ്ക്കുമ്പോൾ അത് കാണാൻ പറ്റില്ല നമുക്ക്. കാരണം നമ്മൾ ആ അത്രയും ടയേർഡാണ്. ഓരോ ഷെയ്ഡ് ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് ഇങ്ങനെ ടയേർഡ് ആയിക്കൊണ്ടിരിക്കും. നമുക്ക് റെസ്റ്റ് വേണമെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ കുറേ ആ കാഴ്ചകൾ നമ്മൾ കാണാൻ മറന്നു പോകും. ഓൾറെഡി ഇവിടെ ആ കണ്ടു നോക്കിയേ, ഈ മൂക്കിൻ്റെ ഇവിടുത്തെ ഷെയ്ഡ് നമ്മൾ ഇവിടെ കണ്ടു. പക്ഷെ ആ കവിളിൻ്റെ ഇവിടെ എത്തിയപ്പോൾ നമ്മളത് കണ്ടില്ല. അപ്പോൾ അപ്പോഴേക്കും നമ്മൾ ആ നമ്മുടെ ശ്രദ്ധ മാറിയിട്ടുണ്ടാവും, ടയേർഡ് ആയിട്ടുണ്ടാവും. അപ്പോൾ അടുത്ത ഉം, ദിവസത്തേക്ക് കുറച്ച് ഭാഗം ചെയ്ത് ബാക്കി ആ ഭാഗം അടുത്ത ദിവസത്തേക്ക് പുഷ് ചെയ്യുമ്പോൾ നമ്മൾ റിഫ്രഷ് ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ കുറച്ചും ആ കൂടി കാണാൻ പറ്റും. അപ്പോൾ ചെയ്ത ആ മെത്തേഡ് കറക്റ്റാ, വരയ്ക്കുന്ന രീതി കറക്റ്റാ, നല്ല ഉം, ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. ഇനി ആ ടൈം എടുത്ത് ചെറിയ ബ്രേക്ക് എടുത്ത് കംപ്ലീറ്റ് ആക്കാം. അപ്പം ഇങ്ങനെ ചിത്രമൊക്കെ ആണെങ്കിൽ ഒരു 3-4-5 ദിവസം അല്ലെങ്കിൽ 2 ആഴ്ചയൊക്കെ എടുത്ത് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ അതിന്റെ ഡിഫറൻസ് ആ ചിത്രത്തിൽ ഉണ്ടാവും. ആ. ഈ പിന്നെ ഈ ചോദിക്കാനുള്ളത് പിക്ചറില് പറഞ്ഞു. മുസ്റ്റാഷിന്റെ കാര്യത്തില് ജെൽ പെന്നാണോ ഇവിടെ ഏറ്റവും നല്ലത് ഉപയോഗിക്കുന്നത്? ഈ ഒരു പെർട്ടിക്കുലർ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ലൈനല്ലേ, ഡോട്ട് ഡോട്ട് ഒക്കെ ആ പോലെ, അത് ജെൽ പെൻ ആ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ആ
ഈ ടൈപ്പ് ലൈൻസ് ഇല്ലേ, ലോങ് ആയിട്ട് ആ വരുന്ന ആ ഒക്കെ വരുന്ന ലൈൻസ്, അത് നമുക്ക് ആ ഇൻഡന്റിങ് മെത്തേഡ് യൂസ് ചെയ്യാം. ഇന്റന്റിങ് മെത്തേഡും അതും എനിക്ക് അറിഞ്ഞുകൂടാ ഇതിന് മറ്റേ ചെയ്യാൻ. നമ്മുടെ കോഴ്സിന്റെ അകത്ത് തന്നെ ചെയ്തിട്ടുണ്ടല്ലോ, ഒരു താടി, വൈറ്റ് താടി ഒരു വരയ്ക്കും. താടി ചെയ്തു, പക്ഷെ അത് അത്ര ശരിയായിട്ടില്ല. ഞാനത് പെൻ വെച്ചാ ചെയ്തത്, ഇങ്കില്ലാത്ത പെൻ വെച്ചിട്ട് ആണത് ചെയ്തത്. അല്ലാതെ മറ്റേ ഇന്റന്റിങ് ടൂൾ വെച്ചിട്ട് നമ്മൾ ചെയ്യാന് നമ്മൾ ഷെയ്ഡിങ് കൊടുക്കുന്നതിന് മുമ്പ് ഈ ഇന്റന്റിങ് ടൂൾ ഉപയോഗിച്ചതിന് ശേഷം മുകളിൽ ഷെയ്ഡ് ചെയ്യുവാണോ? അതെ അതെ, ഇന്റന്റിങ് ടൂൾ അല്ലെങ്കിൽ ഇപ്പോൾ ചിലർ ഇത് യൂസ് ചെയ്യാറുണ്ട്, കത്രികയുടെ ടിപ്പ്, സിസേഴ്സിന്റെ ആ ടിപ്പ്, മുട്ടുസൂചി. ആ അതായത് ഈ ഹെയേഴ്സിന്റെ തിക്നെസ് എത്രയാണോ അതിനനുസരിച്ചുള്ള ടൂൾ എടുക്കുക. ആ നല്ല ആ തിക്ക് ഹെയേഴ്സ് ആണെങ്കിൽ മുട്ടുസൂചി എടുക്കാം. ആ പേപ്പർ കിട്ടാതെ നോക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ആ എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇത് കണ്ടോ, ഓരോ ഹെയേഴ്സിനും ഓരോ ഡയറക്ഷനിലോട്ടാണ് വളർന്നിരിക്കുന്നത്. ആ അപ്പോൾ അത് നമ്മൾ ഒബ്സർവ് ചെയ്ത് മാക്സിമം ടൈം എടുത്ത് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വരച്ചെടുക്കണം. ആ എന്നിട്ട് അതിന്റെ മുകളിലൂടെ ഷെയ്ഡ് ചെയ്യുമ്പോഴാണ് അത് തെളിഞ്ഞാള്. ഇവിടെയും കോൺട്രാസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിന്റെ തൊട്ടടുത്തുള്ളത് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് വൈറ്റ് എടുത്ത് കാണുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ആ ആ കുറച്ചും കൂടി ഇതൊക്കെ ഓട്ടോമാറ്റിക്കലി കുറെ കൂടി ടൈം എടുത്ത് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇതൊക്കെ ചിന്തിക്കാനും പ്ലാൻ ചെയ്യാനൊക്കെ റിലാക്സ് ചെയ്യാനൊക്കെ ടൈം കിട്ടും. അപ്പോൾ ആ രീതിയിൽ ശരി. മതി. വേറെന്ത് ഡൗട്ട് ഉള്ള ഡ്രോയിങ്ങിൽ? പിന്നെ ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ലൂമോഗ്രാഫ് ബ്ലാക്ക് പെൻസിലും ചാർക്കോൾ പെൻസിലും എന്തോ വ്യത്യാസം? ചാർക്കോൾ പെൻസിൽ എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി കരിയാണ്. ആ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന ഒരു ടൈപ്പ് ആണ് വരുന്നത്. സാറിന്റെ ആ യൂട്യൂബ് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ലൂമോഗ്രാഫ് ബ്ലാക്ക് പെൻസിൽ ഞാൻ ആദ്യം കാലഘട്ടത്തിൽ യൂസ് ചെയ്തിരുന്നു, ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നില്ല. അത് ആ പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത തരത്തിലുള്ള, ഇപ്പോൾ കരി മാത്രമായിരിക്കില്ല, വേറെ എന്തെങ്കിലും എലമെന്റ്സ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ചാർക്കോളിൽ അത്രയും ഡെപ്ത് ഉള്ള ബ്ലാക്ക് അതിലൂടെ കിട്ടുന്നില്ല. ആ ആ അപ്പം എനിക്ക് കുറച്ചും കൂടി കംഫേർട്ട് തോന്നിയത് ചാർക്കോളാണ്. സോ ഞാനത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഫുള്ളി ചാർക്കോളിലോട്ട് മാറിയതാണ്. ട്രൈ ചെയ്ത് ഉം. നോക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഒരുവിധം ഡെപ്ത് ഒക്കെ അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ചാർക്കോളിൽ അത്രയും ബ്ലാക്ക് മാർസ് ലൂമോഗ്രാഫ് ബ്ലാക്കിൽ കിട്ടില്ല. ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, ഓരോരുത്തരുടെ പേഴ്സണൽ ഒപ്പീനിയൻ ആണല്ലോ. ആ അതുകൊണ്ട് ചാർക്കോൾ യൂസ് ചെയ്യുന്നു. പിന്നെ നെക്സ്റ്റ് ഒരു 1 ഇയർ ആർട്ടിൽ എന്താ ഗോൾ സെറ്റ് ചെയ്യാൻ പറഞ്ഞാൽ എന്താണ് പറയാ? നല്ല പിക്ചേഴ്സ് വരയ്ക്കുക, അത് തന്നെയാണ് ആഗ്രഹം. പെയിന്റിംഗ് വല്ലതും പഠിക്കാൻ താല്പര്യം ഉണ്ടോ? പ്ലാൻ ഉണ്ടോ? ഉണ്ട്, പ്ലാൻ ഉണ്ട്. ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചു. എന്ത് ടൈപ്പ് പിക്ചേഴ്സ് വരയ്ക്കാനാണ് പഠിക്കാനാണ് താല്പര്യം? അക്രിലിക് ഇഷ്ടമാണ്. ഓയിൽ പെയിന്റിങ് ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അക്രിലിക് ട്രൈ ചെയ്തിട്ടുള്ളത്. ഡ്രോയിങ്ങിൽ എന്ത് സബ്ജക്റ്റാണ് വരയ്ക്കാൻ ഇഷ്ടം? പ്രത്യേകിച്ച് ഇഷ്ടം ലാൻഡ്സ്കേപ്പും എല്ലാം ഇഷ്ടമാണ്. നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ടൊരു ഗോൾ സെറ്റ് ചെയ്യേണ്ടത്, നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു സബ്ജക്റ്റ്. ഇപ്പം ഞാനൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ ചെയ്തൊരു പെയിന്റിംഗ് ഇല്ലേ, ആ അതൊക്കെ ചെയ്ത പോലെ കുറേ ടൈം എടുത്ത്, പെയിന്റിംഗ് ആണെങ്കിലും ഡ്രോയിങ്ങിൽ ഇഷ്ടമുള്ള മീഡിയത്തിൽ കുറേ ടൈം എടുത്ത് നമ്മുടെ ഒരു ബെസ്റ്റ് വർക്ക് പോലെ ചെയ്തെടുക്കുക എന്നുള്ളത്. അപ്പം അങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്ത് അത് മാക്സിമം വലിയ സൈസ് തന്നെ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ക്ലാസ്സിലോട്ട് വന്ന് ഡ്രോയിങ്ങിൽ കുറേ മാറ്റങ്ങളൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയുണ്ട്? ക്ലിനിക്കിലും ഫാമിലിയിലൊക്കെ റെസ്പോൺസ് എങ്ങനെയുണ്ട്? എല്ലാവർക്കും സന്തോഷമാണ്. ഹസ്ബൻഡും മക്കൾക്കും അവർക്കെല്ലാം ഭയങ്കര സന്തോഷമാണ്. വേറെ ഒന്നുമില്ല സാർ. വൈൻഡപ്പ് ചെയ്തോട്ടെ. താങ്ക് യു സാർ. യെസ്, താങ്ക് യു താങ്ക് യു. ഫോർ എവരിത്തിങ്. കണ്ടിന്യൂ ചെയ്യുക, കറക്റ്റ് ട്രാക്കില്ല. ഇനിയിപ്പോൾ ഞാൻ പറയുന്ന മെത്തേഡുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്താൽ തന്നെ നല്ല സ്പീഡിൽ അടുത്ത ലെവലിലോട്ട് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ശരിക്കും നമ്മുടെ ആർട്ടിൻ്റെ ഈ ഒരു ജേണി എന്ന് പറയുന്നത് ഓരോ ലെവലിലും നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട സ്ട്രാറ്റജീസ് ഉണ്ട്. അതേപോലെ തന്നെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ എന്തായാലും കണ്ടിന്യൂ ചെയ്യുക, കണക്റ്റഡ് ആയിട്ടിരിക്കുക. ഓൾ ദി ബെസ്റ്റ്. അതിൻ്റെ പേയാണേ. താങ്ക് യു സാർ. താങ്ക് യു.